നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. തൃശൂർ അണ്ടത്തോട് പെരിയമ്പലത്ത് ബൈക്കും മിനി പിക്കപ്പും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രികനായ മലപ്പുറം നടയിരിപ്പ് സ്വദേശി നവീൻ രാജാണ് മരിച്ചത്. വടക്കക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി പത്താംകല്ലിൽ നിയന്ത്രണം വിട്ട ഡെലിവറി വാൻ വൈദ്യുതി തൂണിലിടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂൺ 3 മുറിഞ്ഞു. ഡ്രൈവർ ഷോക്കേൽക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. താറുമാറായി വൈദ്യുതി വിതരണം 4 മണിയോടെയാണ് പുനഃസ്ഥാപിച്ചത്. തൃശൂർ പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞ് അപകടം. കാർ യാത്രക്കാരായ ദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃത്താല പാവറട്ടി ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്കാണ് കാർ മറിഞ്ഞത്. മരച്ചിലകൾ വെട്ടിമാറ്റുന്നതിനിടയിൽ മരക്കൊമ്പ് വീണ് ഗാന്ധി പ്രതിമയുടെ കൈയേറ്റു. കാടുകുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള ഗാന്ധി പ്രതിമയുടെ വലത് കൈയുടെ കൈപ്പത്തിയാണ് അറ്റുപോയത്. പഞ്ചായത്തിനോട് ചേർന്നുള്ള ആയുർവേദ ആശുപത്രിക്ക് മുൻപിലെ വാഗമരത്തിന്റെ ചിലകൾ വെട്ടിമാറ്റുന്നതിനിടയിലാണ് സംഭവം. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുൻപിൽ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി എത്തി. സ്റ്റേഷൻ കോമ്പൗണ്ടിലെ തെങ്ങിലെ പട്ട പറിച്ചു തിന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഒച്ചയെടുത്താണ് ആനയെ തിരിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസം മറ്റൊരു ആനക്കൂട്ടം അതിരപ്പള്ളിയിൽ ആക്രമണം നടത്തിയിരുന്നു. മാസപ്പടിയിലെ ഇ ഡി അന്വേഷണത്തെ പരിഹസിച്ച് കെ മുരളീധരൻ MP. ഇ ഡി വരും പോവും, ഇ ഡി വന്നാൽ കണക്കാക്കണം, ഡീൽ ആരംഭിച്ചു എന്ന്. ഇ ഡി നിശബ്ദനായാൽ ഡീൽ ഉറപ്പിച്ചു എന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തൃശൂരിൽ കോൺഗ്രസിന് തിരിച്ചടി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കൾ BJPയിൽ ചേർന്നു. BJP ജില്ലാ കാര്യാലയമായ നമോ ഭവനിൽ നടന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറാണ് ഇവർക്ക് പാർട്ടി അംഗത്വം നൽകിയത്. അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിച്ചു. പെസഹ ദിനത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് കാൽക്കഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥന ചടങ്ങുകളും നടന്നു. കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് മാള പൗരാവലിയുടെ നേതൃത്വത്തിൽ മാളയിൽ സ്വീകരണം സംഘടിപ്പിക്കുന്നതിന് സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. പൗരത്വ നിയമ ഭേദഗതി അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി LDF കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.